നമസ്കാരം. വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ആവിപ്പുഴ നടക്കായത്തോട് കടന്നു പോകുന്ന കൂട്ടായി ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞതും തോടിന്റെ ഇരുവശങ്ങളും സംരക്ഷണ ഭിത്തിയില്ലാത്തതും അപകട ഭീഷണി ഉയർത്തുന്നു. കൂട്ടായി അഴിമുഖം റോഡിൽ തോട് മുറിച്ച് കിടക്കുന്ന ഭാഗത്താണ് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞത്. നടപടി വേണമെന്ന് CPI മംഗലം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഇവിടെ റോഡരികും തോടിന്റെ വശവും ചേർന്ന് നിൽക്കുന്നത് മൂലം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. സമീപത്തെ ഒട്ടേറെ പ്രൈമറി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന പ്രധാന വഴി കൂടിയാണിത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടാവസ്ഥയിലായ ആവിപ്പുഴ നടക്കായത്തോട് പരിസരം കനത്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിന് മുകളിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയും ഇരുവശങ്ങളിലായുള്ള തോട് കുത്തിയൊഴുകുകയും ചെയ്തിരുന്നു. പ്രദേശവാസികൾ സൂചനയായി കല്ലുകൾ വെച്ചും കയറുകെട്ടിയും ജാഗ്രതയോടെ കാവൽ നിന്നാണ് വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും അപകടാവസ്ഥ അറിയിക്കുന്നതെന്ന് AITUC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഈസ്പാടത്ത് പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ നടക്കായത്തോട് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഈ നടക്കായത്തോടിൻ്റെ പൂർവ്വസ്ഥിതി ആവിപ്പുഴ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ രേഖയിൽ ആവിപ്പുഴ എന്ന് ഉണ്ണിയാൽ നെടുമ്പരുത്ത് പഞ്ചായത്തിലെ ഉണ്ണിയാലിൽ നിന്ന് ആരംഭിച്ച് വെട്ടം പഞ്ചായത്തിൻ്റെ തീരദേശ മേഖല വാക്കാടിലൂടെ ഒഴുകി വന്ന് കൂട്ടായി വാടിക്കൽ സമാപിച്ച് നമ്മുടെ തിരൂർ പുഴയിലേക്ക് ഒഴുകി പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പുരാതന കാലത്ത് വെട്ടം രാജാവിൻ്റെ കാലത്ത് ഈ പുഴയിലൂടെ ജനസഞ്ചാരം ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള ഒരു പുഴയാണ്. സംഭവം വെച്ചാൽ എൻ്റെ ചെറിയ ഒരു 50 വർഷക്കാലം മുമ്പ് നമ്മുടെ സഹോദരന്മാരും അവരൊക്കെ ഇവിടെ ഈ ഇതിൽ കുളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യം നല്ല വീതിയോടുകൂടിയുള്ള ഒരു നല്ലൊരു കനാലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദുരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ അശ്രദ്ധ മൂലം പല മേഖലകളിലും സ്വകാര്യ വ്യക്തികളെ കൈയടക്കി ഇന്ന് ഇത് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ അഴീക്കൽ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രക്രിയയാണ് നടത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം ആ മേഖലയിൽ ആ ഭാഗത്ത് ശക്തമായ ഒഴുക്കിനെ പോലും തടയുന്ന രൂപത്തിലുള്ള നിർമ്മാണ പ്രക്രിയ നടത്തിയതിന് ഫലമായിക്കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ശക്തമായ പേമാരിയിൽ വെള്ളം റോഡിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒഴുകി ഇതിൻ്റെ പാർശ്വഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് തരിപ്പണായിക്കൊണ്ടിരിക്കുന്നത്. പല വ്യക്തികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത് നമ്മളിൽ പെട്ട വിഷയമല്ല, MLA-യുമായിട്ട് സംസാരിക്കണം, സർക്കാരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്നത്. അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ കുട്ടികൾ സഞ്ചരിക്കുന്നത് വലിയ അപകടത്തിലൂടെയായിരിക്കും. കനത്ത മഴയിൽ തോട് നിറഞ്ഞൊഴുകുന്നതിനു പുറമെ ഈ ഭാഗത്ത് കൂട്ടായി അഴിമുഖം റോഡിന്റെ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞത് കൂടിയാകുമ്പോൾ ജനത്തിരക്കേറിയ ഇടം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട സാധ്യതയുണ്ടാക്കുന്നുണ്ട്. തോട് കടന്നു പോകുന്ന പ്രധാന റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തിയും തോടിന്റെ വശങ്ങളിലായി കൈവരിയും സ്ഥാപിക്കണമെന്ന് CPI മംഗലം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ് കൂട്ടായി.